ബിഗ് ബോസ് സീസൺ 7 പട്ടായ ഗേൾസ് വീണ്ടും അടിയായി അടിച്ച് പിരിഞ്ഞു. ഇപ്പോൾ ബിഗ് ബോസിലെല്ലാം റീ എൻട്രി നടത്തിയ ശേഷം പട്ടായ ഗേൾസ് വീണ്ടും പൊളിഞ്ഞു. അനുമോൾ, ആദില, നൂറ പിരിഞ്ഞു. അവർ പ്രശ്നമായി, വഴക്കായി. ഇപ്പോൾ ആദിലയും നൂറയും ശൈത്യൻ്റെ കൂടെയാണ് നടത്തം. അത് ശൈത്യം ഭയങ്കരമായിട്ട് അനുമോളെ ഡിഗ്രേഡ് ചെയ്ത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ആങ്ങളക്കാട് ഇറക്കുന്ന പൊട്ടൻ ഷാനവാസ്, പൊട്ടൻ തന്നെ അവനെ പറയണം. കാരണം ഇന്നലെ ഷാനവാസിനെ ഇട്ട് താങ്ങിയതാണ് ആദില. ഇന്ന് അവരുടെ കൂടെ ഇടയിൽ പോയി ഇരിക്കുന്നുണ്ട് മണ്ടൻ. ഇവനൊക്കെ ഫൈനൽ 5 പോലും വരാൻ പാടില്ല എന്നാണ്. ഇത്രയും കാലം അവനൊരു ഇഷ്ടം ഉണ്ടായിരുന്നു ആ പരനാറിയോട്. അപ്പോൾ ഫൈനൽ 5 പോലും വരാൻ പാടില്ല. ഇപ്പോൾ അവൻ പോങ്ങനായി, വെറും പോങ്ങൻ മാത്രമായി. കാരണം ഇപ്പോൾ ഈ ശൈത്യ, ആദില, നൂറ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ പോയി ഇരുന്ന് സംസാരിച്ചിട്ട് അനീഷിനെയും അനുമോളെയും ഭയങ്കരമായിട്ട് കുറ്റം പറഞ്ഞു. തൊട്ട് മുൻപ് അനീഷിനെ ഭയങ്കരമായിട്ട് കുറ്റം പറഞ്ഞ് അനീഷും ഷാനവാസും തമ്മിൽ തർക്കം ഉണ്ടായി. അത് കഴിഞ്ഞ് ഇപ്പോൾ നേരെ ഷാനവാസ് പോയിരിക്കുന്നത് ഇവരുടെ 3 പേരുടെ ഇടയിൽ പോയിരിക്കാനാണ് പോയിരിക്കുന്നത്. എന്നിട്ട് ഇവർക്ക് വീണ്ടും ആങ്ങളക്കാട് ഇറങ്ങി കളിക്കുകയാണ്. ഈ ആഴ്ച സത്യം പറഞ്ഞാൽ മിഡ് വീക്ക് എവിക്ഷനിൽ പോകേണ്ടത് ആദിലയും ഷാനവാസും പുറത്തു പോകണം. എന്നാലാണ് ഈ 2 പോങ്ങത്തികൾക്കും പോങ്ങന്മാർക്കും മനസ്സിലാവുള്ളൂ ഈ റീ എൻട്രി വന്നവർ ഇവരിനെ നെഗറ്റീവാക്കിയിട്ട് പോയി എന്ന് മനസ്സിലാവുള്ളൂ. അത്രയ്ക്ക് പൊട്ടനാണ് ഇവർ. ആദിലയ്ക്ക് ബുദ്ധിയില്ല. ഇന്നലെ തന്നെ ശൈത്യ ദേഷ്യപ്പെടുമ്പോൾ ആദ്യം ഒരു റോങ് നോട്ടാണ്. അങ്ങനെ ദേഷ്യം വന്നിട്ടാണ് അനുമോളെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് സത്യം എന്ന് പോലും അറിയാതെ. അതിനകത്ത് കിടക്കുന്നു, പുറത്ത് നടക്കുന്നത് എന്താണെന്ന് അറിയില്ല. എന്നിട്ടും കിടന്നിട്ട് ഭയങ്കരമായിട്ട് അനുമോളെയാണ് ദഹിപ്പിക്കുന്ന നോട്ടം നോക്കുന്നത്. ഇന്ന് പിന്നെ പിണങ്ങി പിരിഞ്ഞു മാറി പോയി. അത് കഴിഞ്ഞു ഷാനവാസ് കുറേ അനീഷിനെ ഡിഗ്രേഡ് ചെയ്യുന്നു, എന്തൊക്കെയോ പറയുന്നതുകൊണ്ട്, ഭയങ്കരമായിട്ട് കുറ്റം പറയുന്നതുകൊണ്ടോ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് വന്ന് ഇപ്പോൾ അവർ നമ്മൾ വീണ്ടും മാങ്ങളക്കാട് ഇറക്കി. അവർ 2 പേരുടെ മടിയിൽ പോയി ഇരിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും പോയി അവിടെ പോയി സംസാരിച്ചിരിക്കുന്നത് കണ്ടു. സംസാരിച്ചിരുന്ന ഇപ്പോൾ ഭയങ്കരമായിട്ട് അനുമോളെ കുറ്റം പറയുന്നത് കണ്ടു. മോഹൻലാൽ ഒരു ടാസ്ക് കൊടുത്തിരുന്നില്ലേ, മറ്റേ പിന്നെ ഓരോരോ കാര്യങ്ങൾ 100ൽ എത്ര മാർക്ക് കൊടുക്കുന്ന. അപ്പോൾ ഗെയിമറിന് മാത്രം 100 കൊടുത്തിട്ട് ബാക്കിയുള്ളതിനെല്ലാം 0 ആണല്ലോ അവൻ കൊടുത്തത് അനുമോൾക്ക്. അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞു, എല്ലാം ഗെയിമാണ് എന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെന്ന് ശൈത്യ. പിന്നെ അതിനിടയിലൊരു ബോംബ് പൊട്ടിക്കുന്നതുകൊണ്ട് അനുമോള് പ്രവീണിനോടും മറ്റേ ഇത് ചെയ്യാം, നമ്മളുടെ ലവ് കാർഡ് ഇറക്കാം ലവ് ട്രാക്കിലേക്ക് പോവാമെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പ്രവീണിനോട് ലവ് ട്രാക്ക് ഇറക്കാം, ഈ ക്യാമറ നമ്മൾ സൈലൻ്റായി ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഒരുമിച്ചിരിക്കില്ല, അപ്പം നമുക്ക് 2 പേർക്കും ഡീപ്പായി സംസാരിക്കാം, അപ്പോൾ ലവ് ട്രാക്ക് പിടിക്കാം, അപ്പോൾ കുറച്ച് കാലം കൂടി ഇവിടെ നിൽക്കാമെന്ന് അനുമോൾ പറഞ്ഞു എന്ന് പ്രവീണ് ശൈത്യയോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് ശൈത്യ ഇപ്പോൾ ഈ ഷാനവാസിനോട് ആദിലയും നൂറി ഇരിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അതിപ്പോൾ ഷാനവാസ് എന്ത് പോങ്ങനാണെന്ന് എനിക്കറിയാത്ത, വീണ്ടും അവരുടെ ഇടയിൽ പോയി ഇരുന്നിട്ട് സ്വന്തം വില കളയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇനിയിപ്പോൾ ശൈത്യ പറഞ്ഞത് അനുമോൾ അങ്ങനെ ചെയ്തിട്ടാണ് പറഞ്ഞതെങ്കിൽ അത് അനുമോൾ ചെയ്തത് വളരെ മോശമായ പരിപാടിയാണെന്ന് നമ്മൾ പറയുന്നു. കപ്പ് എന്തായാലും അനീഷിന് കിട്ടട്ടെ, അതാണ് നമ്മുടെയൊക്കെ മനസ്സിലുള്ളത്. അനീഷിന് കിട്ടണം, വേറെ ആർക്കും കപ്പ് യോഗ്യരല്ല. ഇനിയിപ്പോൾ അനുമോൾക്ക് കിട്ടിയാലും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അനുമോൾ ഇങ്ങനെയൊക്കെ ഗെയിം കളിച്ചിട്ടുണ്ടെങ്കിൽ, പ്രവീണിനോടൊപ്പം പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ മോശമാണ്. പിന്നെ അതല്ല, ശൈത്യ അതിനെ വീണ്ടും ആക്കി പറയുകയാണെങ്കിൽ ഓക്കെ, നമ്മൾക്ക് അത് വരും ദിവസങ്ങളിൽ അറിയാം. ഷാനവാസിൻ്റെ ചുണ്ട് എന്തായാലും വെറുതെ ഇരിക്കില്ല. ഷാനവാസിൻ്റെ 2-3 ദിവസത്തിൻ്റെ കാര്യം എന്തായാലും ചോദിക്കും. പ്രവീണിനോട് ചോദിക്കും, അല്ലെങ്കിൽ അനുമോളോട് ചോദിക്കും, അല്ലെങ്കിൽ അനീഷിനോട് ആ കാര്യം പറയും. അത് ഉറപ്പാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുമെന്ന്.